ഓക്കെ, ആൾഡോൾ കണ്ടൻസേഷൻ. അപ്പൊ ആൾഡോൾ കണ്ടൻസേഷൻ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈനോളേറ്റ് കെമിസ്ട്രി. അതായത് ഈ ആൾഡോളിലൊക്കെ ഉള്ള റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഈനോളേറ്റ് ആണ്. എന്താണ് ഈനോളേറ്റ് ഞാൻ ആദ്യം ജസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തിത്തരാം. നമുക്കൊരു കാർബണിൽ കോമ്പൗണ്ട് ഉണ്ട്. ഇഫ് യു ഹാവ് എ കാർബണിൽ കോമ്പൗണ്ട്, ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാല് ഇത് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ബേസിക്കലി ഇതെന്തുവാ CH3 എന്ന് പറയുന്നതാണ്, റൈറ്റ്? ഇങ്ങനെ ഈ കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നെക്സ്റ്റ് കാർബൺ എന്ന് പറഞ്ഞാൽ ഇത് കാർബണിൽ കാർബൺ ആണ്. അതിന്റെ നെക്സ്റ്റ് കാർബൺ നോക്കുന്ന സമയത്ത് ഇവിടെ ഹൈഡ്രജൻ ആണ്, സോ ഇവിടെ കാർബൺ ഇല്ല. നെക്സ്റ്റ് കാർബൺ ഇതിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. സോ ആൽഫ കാർബണിൽ അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ആൽഫ കാർബണിൽ അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. എന്താ ഈ ആൽഫ കാർബണിന്റെ ഈ ഹൈഡ്രജന്റെ പ്രത്യേകത? വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഹൈഡ്രജൻ ഇൻ ആൽഫ കാർബൺ? ദാറ്റ് ഈസ് അസിഡിക് ഹൈഡ്രജൻ, റൈറ്റ്? ഇപ്പൊ ഇങ്ങനെ ഒരു ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, റൈറ്റ്? ഇത് ആൽഫ ഹൈഡ്രജൻ ആണ്. വാട്ട് ഈസ് ദിസ് ഹൈഡ്രജൻ? ഇറ്റ് ഈസ് അസിഡിക്. വൈ? ബിക്കോസ് നിങ്ങൾ ഇതിനെ ഒരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് what will happen? ഇത് അസിഡിക് ഹൈഡ്രജൻ ആണ്, അല്ലെ? അത് ബേസിക്കലി ഈ കോമ്പൗണ്ട് ആസിഡ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബേസ് ആണ്. സോ ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കും, അല്ലെ? അപ്പൊ ബേസ് വന്ന് പ്രോട്ടോൺ, നമുക്കറിയാം അക്കോർഡിംഗ് ടു ലോറി ബ്രൗൺസ്റ്റഡ് കൺസെപ്റ്റ്, ആസിഡ് ഈസ് എ സ്പീഷീസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് ഇറ്റ്സ് ഹൈഡ്രോജൻ. ബേസ് ഈസ് എ സ്പീഷീസ് വിച്ച് ക്യാൻ അക്സെപ്റ്റ് പ്രോട്ടോൺ, റൈറ്റ്? അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഈ പ്രോട്ടോണെ അക്സെപ്റ്റ് ചെയ്യും, റൈറ്റ്? അപ്പൊ ബേസിക്കലി നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത് കാർബാനിയോൺ ആണ്, റൈറ്റ്? കാർബാനിയോൺ ഫോം ചെയ്യും. കാർബാനിയോൺ അലോങ് വിത്ത് BH, അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ഫോം ചെയ്യും. നോക്കൂ, ഇത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്, റൈറ്റ്? ഇത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ട് ഈ ലോൺ പെയർ ഇലക്ട്രോൺ CC ബോണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ലോൺ പെയർ ഇലക്ട്രോൺ ഓക്സിജന്റെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റ്? സോ റെസണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കും. You will enter with this species. What is this? So this is carbanion. This is called enolate ion. Okay. So basically, when you have a carbanion, carbonyl function group in the next position, carbanion I have delocalized it and enolate ion exist. So നമ്മൾ ഈ CC bond formation enter ആയിട്ട് പറയുന്നത്, CC bond formation enter ആയിട്ട് പറയുന്നത് എന്തുവാന്ന് വെച്ചാല് enolate chemistry ആണ്. ഈ enolate ആണ് reactive species. Reactive species. കാർബാനിയോൺ രണ്ടും എന്താണ്? more or less same ആണ്. ഓക്കെ. അപ്പൊ ഇത് റെസണൻസ് സ്റ്റെബിലൈസേഷന്റെ ഫലമായി അത് ഈനോളേറ്റ് അയോൺ ആയി മാറുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ ഈനോളേറ്റ് എന്ന് പറഞ്ഞത്? ദിസ് ഈസ് ആൽക്കീൻ, റൈറ്റ്? ഇത് OH protonation നടന്ന OH ആണ്, ഓൾ. സോ ഈൻ ഓൾ, ബട്ട് ഇറ്റ് ഈസ് ഈനോൾ അല്ല, അത് അയോൺ ആണ്. അതുകൊണ്ട് അതിനെ ഈനോളേറ്റ് അയോൺ എന്ന് പറയുന്നു. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കൺസെപ്റ്റ്. ഏതൊരു CC കണ്ടൻസേഷൻ റിയാക്ഷൻ, ഏതൊരു CC ബോണ്ട് ഫോർമേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ കാർബണിൽ ബേസ്ഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള റിയാക്ഷനിൽ നമുക്ക് ഉണ്ടാവുന്ന മെയിൻ റിയാക്ഷൻ സ്റ്റെപ്പ്, അതിന്റെ ബേസിക് കൺസെപ്റ്റ് ഇതാണ്. റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഈനോളേറ്റ് ഫോം ചെയ്യാന്നുള്ളത്. ഓക്കെ, റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഈനോളേറ്റ് ഫോം ചെയ്യാന്നുള്ളത്. ഇതിലൊരു ജനറൽ റിയാക്ഷൻ ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ഒരു നെയിം റിയാക്ഷൻ ഒന്നും അല്ലാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈനോളേറ്റ് ഫോം ചെയ്ത എന്ത് റിയാക്ഷൻ ആണ് ബേസിക്കലി നടക്കുക? ഇതിന്റെ ജനറൽ കൺസെപ്റ്റ് ആണ്. Generally, if I have a carbonyl compound,
if I have a carbonyl compound, okay, if I have a carbonyl compound, okay, RCH3, the hydrogen or pH, okay, a general compound, and if I treat with this with a base, for example, sodium alkoxide, NaOET, ഒരു ബേസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. രണ്ടാമത് ഇതിനൊരു ഇലക്ട്രോഫൈൽ ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്താണ് ബേസിക്കലി സംഭവിക്കുക? ഒരു ജനറൽ റിയാക്ഷൻ. ഓക്കെ, ഈനോളേറ്റ് കെമിസ്ട്രിയിൽ വരുന്ന, സോ ബേസിക്കലി ഇറ്റ് ഈസ് ഈനോളേറ്റ് കെമിസ്ട്രി. ഓക്കെ, ബേസിക്കലി എന്താ സംഭവിക്കുക നോക്കൂ. നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ഇഫ് യു ഹാവ് എ കാർബണിക് കോമ്പൗണ്ട്, നിങ്ങൾക്ക് ഒരു കാർബണിക് കോമ്പൗണ്ടിന്റെ ആദ്യം ചെക്ക് വെദർ അസിഡിക് ഹൈഡ്രജൻ, ഓക്കെ, അസിഡിക് ഹൈഡ്രജൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. കാർബണിന്റെ നെക്സ്റ്റ് കാർബണിൽ അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ഉണ്ടോ? അപ്പൊ നോക്കി, ഇത് CH3 ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ്, റൈറ്റ്? ഇത് CH3 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു ഹൈഡ്രജൻ അറ്റ്ലീസ്റ്റ് മതി. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞ് നമുക്കറിയാം ബേസ് ആയ OET മൈനസ് കംസ് ടു ദ പിക്ചർ. അത് ബേസ് ആണ്, സോ ഇത് ബേസ് ആണ്. അപ്പൊ ഇവിടെ ഇത് ആസിഡ് ആണ്. ഓക്കെ, അസിഡിക് ഹൈഡ്രജൻ ആണ്. വാട്ട് വിൽ ഹാപ്പൻ? ആൽഫ ഹൈഡ്രജനെ ഇയാൾ അബ്സ്ട്രാക്ട് ചെയ്യും. അത് കാർബാനിയോൺ ആവും. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈനോളേറ്റ് ആയിട്ട് നമുക്ക് അതിനെ കാണിക്കാം. ഡയറക്റ്റ് ഈനോളേറ്റ് അയോൺ ആയിട്ട് കാണിക്കാം. അതിനെന്ത് ചെയ്യും? ഈ CH സിഗ്മ ബോണ്ട് കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം CC ബോണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സൈമൾട്ടേനിയസ്ലി പൈ ബോണ്ട് ഓക്സിജന്റെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റ്? സോ യു വിൽ എൻഡ് അപ്പ് വിത്ത്, റൈറ്റ്, വാട്ട് വിൽ ഹാപ്പൻ? You will end up with a new pi bond here, right? And a negative charge on here, on oxygen. Now this is so-called enolate ion. Okay. So the first reagent completed. Okay. That this is the utility of base. So what will happen? Base comes to the picture. It will interact with the alpha hydrogen. You will end up with the formation of enolate ion form ചെയ്യും. അങ്ങനെ ഒന്നാമത്തെ, അപ്പൊ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓരോ നമ്പേർഡ് റിയേജന്റിനും അതിൻ്റെതായ യൂട്ടിലിറ്റി ഉണ്ടാവും. അപ്പൊ ഇവിടെ ആരോന്റെ മുകളിൽ 1 കൊടുത്തത് സോഡിയം ഇതോക്സൈഡ് ആണ്, അതായത് ബേസ് ആണ്. അപ്പൊ അയാൾ ഇത് കാർബണിൽ കോമ്പൗണ്ടില് അസിഡിക് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്ത് ഈനോളേറ്റ് അയോൺ ഫോം ചെയ്തു, തീർന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് അടുത്ത റിയേജന്റ് വരും, അതായത് ഇലക്ട്രോഫൈൽ. ജനറലി ഞാൻ E+ കൊടുത്തു. ഇലക്ട്രോഫൈൽ വരും. എന്ത് ചെയ്യും? ഷിഫ്റ്റ് അറ്റാക്ക്. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കും. അത് ബേസിക്കലി ഇത്ര ഓർത്താൽ മതി. ഇവിടെ കാർബാനിയം ഉണ്ടായിരുന്നു, അത് ന്യൂക്ലിയോഫൈൽ ആണ്. ഓക്കെ, അത് ഇലക്ട്രോഫൈലായിട്ട് ഇന്ററാക്ട് ചെയ്യും. സോ ബേസിക്കലി ദിസ് enolate ion ഈസ് ന്യൂക്ലിയോഫൈൽ. ദിസ് enolate ion ഈസ് nucleophile. It will react with an electrophile. അപ്പൊ എവിടുന്ന റിയാക്ഷൻ നടക്കുന്ന ഈ സെന്ററിലാണ്. അതിന് നമുക്കറിയാം അത് ബേസിക്കലി എന്തായിരുന്നു? ഇയാളായിരുന്നു, റൈറ്റ്? കാർബാനിയോൺ ആയിരുന്നു. സോ ഈ സെന്റർ ആണ് ന്യൂക്ലിയോഫിലിക് സെന്റർ. ഓക്കെ, അപ്പൊ ആ റിയാക്ഷന്റെ ട്രെൻഡ് കാണാൻ വേണ്ടിയിട്ട്, സോ ആരോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരും മനസ്സിലാവും. ബട്ട് അത് റിയാക്ഷൻ, പുതിയ ബോണ്ട് എവിടുന്ന ഫോം ചെയ്യാന്നുള്ള കറക്റ്റ് മനസ്സിലാവണം. അത് ഈ ടെർമിനലാണ്. സോ യുവർ പ്രോഡക്റ്റ് വിൽ ബി H. Okay, new bond formed from here, right? Okay. ഇതാണ് എൻറ്റർ ഇതിൽ കെമിസ്ട്രിയിൽ വരുന്നത്. ഇനോളേറ്റ് കെമിസ്ട്രി എന്ന് പറഞ്ഞ എൻറ്റർ കൺസെപ്റ്റ് ഈ രീതിയിലാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇനോളേറ്റ് ഫോം ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ദിസ് is another nucleophile electrophile reaction. So your enolate or carbanion is nucleophile. It will react with another electrophile. അത് പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഫൈൽ ആവാം, അല്ലെങ്കിൽ അത് ഇലക്ട്രോഫിലിക് സെന്റർ ആവാം. എങ്ങനെയാലും അയാൾ ഒരു ഇലക്ട്രോഫൈലേക്ക് റിയാക്ട് ചെയ്യും. ദിസ് ഈസ് ദ ജനറൽ concept regarding with this kind of condensation
റിയാക്ഷൻ. ഓക്കെ, ഞാൻ ആൾഡോൾ റിയാക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു റിയാക്ഷന്റെ ജനറൽ കൺസെപ്റ്റ് പറഞ്ഞു. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഒരു കാർബണിക് കോമ്പൗണ്ട് ഉണ്ട്. I have a carbonyl compound. I have a carbonyl compound like this. Okay, if I treat this fellow with first sodium ethoxide, okay, base. Second, I am treating this fellow with Br. Okay, Br. What will happen? What is the major product? Here a question in your exam. Okay, identify the major product. So clearly the carbonyl compound ആണ്. Clearly the carbonyl compound ആണ്. നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആൽഫ ഹൈഡ്രജൻ ആണ്. ഇത് ഒരു ബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് OET മൈനസ് ആണ് ഫസ്റ്റ് ബേസ് ആയിട്ട് വരിക ഫ്രം സോഡിയം ethoxide. Okay, so first of all you have to identify alpha hydrogen. നോക്കൂ, ഇവിടെ രണ്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ രണ്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇത് സിമെട്രിക് ആണ്, ഈ കോമ്പൗണ്ട് സിമെട്രിക് ആണ്. അപ്പൊ ഒരു ഇക്വലന്റ് ബേസ് വരുന്ന സമയത്ത് അത് ഒരു പ്രോട്ടോണിനെയാണ് അബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യു ക്യാൻ ചൂസ് എയ്തർ ഹൈഡ്രജൻ, ഏതെങ്കിലും ഹൈഡ്രജൻ ചൂസ് ചെയ്യാം. സോ വാട്ട് വിൽ ഹാപ്പൻ? അറ്റാക്ക്, shift. Okay, ready. So you will end up with the enolate ion. Okay, the enolate ion. Ready. Enolate ion form ചെയ്തു. അങ്ങനെ ബേസിന്റെ യൂട്ടിലിറ്റി കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് റിയാക്ഷൻ എന്തുവാ നൽകുക? ഇതെന്തുവാ? നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോഫൈൽ ആണത്. ഹാലോ ആൽക്കൈൻ ഈസ് വെൽ നോൺ ഇലക്ട്രോഫൈൽ. അതെങ്ങനെ ഇലക്ട്രോഫൈൽ ആവാം? ഇത് ഹാലജൻ ആണ്, ഡെൽറ്റ മൈനസ്, അതുകൊണ്ട് ഇത് ഡെൽറ്റ പ്ലസ് ആയിരിക്കും. സോ കാർബൺ സെന്റർ ഈസ് ഇലക്ട്രോഫിലിക് സെന്റർ. കാർബൺ സെന്റർ ഈസ് electrophilic center. So this is the well known alkylation reaction. This is well known alkylation reaction. Alkylation reaction. ഇത് വെച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ആ ജനറൽ കൺസെപ്റ്റ് മനസ്സിലായി നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. So what will happen? ഇതെന്തുകൊണ്ട് അവിടെ ഇത് ഇലക്ട്രോഫിലിക് സെന്റർ ആയി? നമുക്കറിയാം ഇത് പോളാർ ബോണ്ടാണ്. ഇത് ഡെൽറ്റ മൈനസ്, ഇത് ഡെൽറ്റ പ്ലസ്. So this is electrophilic center. So what will happen? So shift, attack, shift. Okay, appo ee nucleophilic center ee electrophilic center na attack cheyum, right? So your product will be double bond O, pudhiya bond evada form cheya da ivide. Okay, avade terminal oru CH3 varum, right? So this is alkyl group. That's why it is called alkylation. That's why it's called alkylation. Okay, ready? ഇത് ജനറൽ ഒരു കൺസെപ്റ്റ് ആണ്, ജനറൽ റിയാക്ഷൻ ആണ്. ആൽക്കൈലേഷൻ എന്നാണ് അതിന്റെ നെയിം. ഇതൊക്കെ ഈ ഈനോളേറ്റ് കെമിസ്ട്രിയിൽ വരുന്നതാണ്. ഞാൻ ആൽഡോൾ കണ്ടൻസേഷൻ പറയുന്നതിന് മുന്നേ ഇത് പറഞ്ഞുള്ളൂ. അപ്പൊ ഈ ഒരു ജനറൽ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഈനോളേറ്റ് കെമിസ്ട്രിയിൽ വരുന്ന ഒരുവിധ എല്ലാ റിയാക്ഷനും ജനറലി നിങ്ങൾക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ. ഓക്കെ, ready. Now we move on to our aldol condensation. Okay, അപ്പൊ എല്ലായിടത്തും മെക്കാനിക്സ് ഈ രീതിയിലാണ് വരുന്നത്. അതിനാണ് ഞാൻ ജനറൽ കൺസെപ്റ്റ് ആയിട്ട് ഈനോളേറ്റ് എങ്ങനെ ഫോം ചെയ്യും. അപ്പൊ എന്താണ് ഈനോളേറ്റ്? ഈനോളേറ്റ് ഈസ് നത്തിങ് ബട്ട് എ ന്യൂക്ലിയോഫൈൽ. ആ ന്യൂക്ലിയോഫൈല് ഫർദർ റിയാക്ട് വിത്ത് ആൻ ഇലക്ട്രോഫൈൽ. Okay, electrophile ആയിട്ട് റിയാക്ട് ചെയ്യും. If you want to introduce an alkane, you will choose an alkyl derivative. Alkyl derivative like this. Okay, അതായത് അവിടെ നിന്ന് ഒരു ഇലക്ട്രോഫിലിക് സെന്റർ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ആൽക്കൈൽ ഡെറിവേറ്റീവ് ചൂസ് ചെയ്യാം. ഓക്കെ, ready. Now we move on to our aldol condensation reaction. ഇത് നമ്മൾ +2 മുതൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന്റെ
കാര്യം ഒന്നും പറയാം. ആൽഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, എന്താണ് ഇപ്പൊ ഈ കണ്ടൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡീഹൈഡ്രേഷൻ നടന്ന് ബേസിക്കലി CC ബോണ്ട് ഫോർമേഷൻ ആണ്. അപ്പൊ കണ്ടൻസേഷൻ എന്ന് പറയുന്ന സമയത്ത് ബേസിക്കലി സം എലിമിനേഷൻ നടക്കും. സം എലിമിനേഷൻ ഓഫ് ന്യൂട്രൽ മോളിക്യൂൾ ലൈക്ക് H2O, NH3. ഓക്കെ, അമോണിയ പോലത്തെ ന്യൂട്രൽ മോളിക്യൂളിന്റെ എലിമിനേഷൻ കൂടെ നടക്കും. ഓക്കെ, എന്താണ് ആൽഡോൾ കണ്ടൻസേഷന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്? ഒന്ന്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കാർബണിക് കോമ്പൗണ്ട് ആണ്. സബ്സ്ട്രേറ്റ് ആയിട്ട് വി ആർ യൂസിങ് എ കാർബണിക് compound. Okay, carbonyl compound. Okay, compound having at least one alpha hydrogen. That's the main condition. Having at least one alpha hydrogen. That is very important. Okay. Ready. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുക. റിയേജന്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോർ ആൽഡിഹൈഡ്, അതുപോലെ തന്നെ ബേരിയം ഹൈഡ്രോക്സൈഡ് ഫോർ കീറ്റോൺ. ഇതും ഉപയോഗിക്കാറുണ്ട്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, റെഡി. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുക? ഇങ്ങനെ ഇതൊരു എന്താണ് അസറ്റാൽഡിഹൈഡ് ആണ്. 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? വളരെ സിമ്പിൾ ആണ് പ്രോഡക്റ്റ് എഴുതാൻ. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ എഴുതുക. ഈ കോമ്പൗണ്ട് അങ്ങനെ തന്നെ എഴുതുക. ഇനി ഇതിന്റെ മറ്റൊരു ഇക്വലന്റ് ഇത് ന്യൂക്ലിയോഫൈൽ, അതായത് ഈനോളായിട്ട് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യും. അത് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇനി നിങ്ങളുടെ ചോദ്യം, ഇനി അവിടെ ഒരു ഇലക്ട്രോഫൈൽ വേണ്ടേ ഫർദർ റിയാക്ഷൻ നടക്കുക? ആ ഇലക്ട്രോഫൈൽ ഇത് തന്നെയായിട്ട് ആക്ട് ചെയ്യും. ഇതിൽ എവിടെയാണ് ഇലക്ട്രോഫൈൽ സെന്റർ ജനറേറ്റ് ചെയ്യുക? നോക്കൂ, ഇത് ഡെൽറ്റ മൈനസ്, ഇത് ഡെൽറ്റ പ്ലസ് അല്ലേ? അപ്പൊ കാർബണിൽ കാർബൺ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ന്യൂക്ലിയോഫൈൽ ഇവിടെയാ ജനറേറ്റ് ചെയ്യുക. അപ്പൊ അത് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? നമ്മുടെ അടുത്ത ഇക്വലന്റ് ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇക്വലന്റ് ഇങ്ങനെ തന്നെ എഴുതി പുതിയ ബോണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്തു. അത് എവിടെ അറ്റാക്ക് ചെയ്തു? ഈ കാർബണിൽ അറ്റാക്ക് ചെയ്തു. അപ്പൊ അത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അത് OH ആയി മാറും. ഓക്കെ, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അത് OH ആയി മാറും. ഓക്കെ, നോക്കൂ, ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഇതിൽ ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ആൽക്കഹോൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആൽഡോൾ എന്ന് വിളിക്കുന്നത്. അത് കീറ്റോൺ ആണെങ്കിൽ കീറ്റോൾ എന്നും വിളിക്കും. ഇതിപ്പോ ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിനെ ആൽഡോൾ എന്ന് വിളിച്ചു. ഇനി അത് കീറ്റോൺ ആണെങ്കിൽ കീറ്റോൾ എന്ന് വിളിക്കും. സോ aldol condensation reaction can happen in carbonyl compound, aldehyde, ketone, okay, some ester, okay. But the condition, basically it will happen in the case of aldehyde and ketone. The main condition is that carbonyl compound should have at least one alpha hydrogen, and you can use reagent sodium hydroxide and barium hydroxide. Okay. Excess amount of aldehyde compound ഉണ്ടാവും, reagent ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ആൽഡോൾ ഫോം ചെയ്യും. ഫർദർ അത് ഒരു ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ നടന്നിട്ട് ഡീഹൈഡ്രേറ്റഡ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റും ഫോം ചെയ്യും. ഞാൻ ആ മെക്കാനിസത്തിലോട്ട് പോവാം. ഇതിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഫർദർ പ്രോഡക്റ്റ് കിട്ടുക. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ചുവന്ന വര വരച്ച് ഇവിടെയുള്ള ഈ OH എലിമിനേറ്റ് ചെയ്യും. ഇവിടെയുള്ള OH ഇവിടെയുള്ള ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്യും. അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അത്രേ ഉണ്ടാവുള്ളൂ. സോ ഫൈനലി യു വിൽ എൻഡ് വിത്ത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണിൽ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുക. ഓക്കെ, ഇതാണ് എന്റർ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അത് മെക്കാനിസ്റ്റിക് മോഡൽ പഠിച്ചു വെക്കണം, ബൈഹാർട്ട് ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, കാരണം ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അതിനെ ബൈഹാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്
സംവാട്ട് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, കാരണം ഞാനത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈവൻ PG സ്റ്റുഡന്റിന് പോലും ഇതിന്റെ മെക്കാനിസം പറയാൻ പറ്റുന്നില്ല. അതായത് ബൈ ഹാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ റിയാക്ഷൻ, നമ്മളിപ്പോ പറഞ്ഞ റിയാക്ഷന് ഇതായിരുന്നു, CH3 NaOH. So you will get ഈ ഫ്രാഗ്മെന്റ് ഇവിടെ തന്നെ ഉണ്ടാവും. സോ ഇവിടെ ന്യൂക്ലിയോഫൈൽ ജനറേറ്റ് ചെയ്യും, അയാൾ അടുത്ത ഇക്വലന്റിനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഇത് ഫോം ചെയ്യും. ദിസ് ഈസ് ആൽഡോൾ. ഓക്കെ, റെഡി. നെക്സ്റ്റ് ഡീഹൈഡ്രേഷൻ വിൽ ടേക്സ് പ്ലേസ്. അതായത് H2O eliminate ചെയ്യും. So you will get alpha beta unsaturated compound. Ready. So mechanism. Okay, mechanism. Okay. First step, enolate formation. നമുക്കറിയാം ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. സോ ഇവിടെ എന്താ ബേസ്? NaOH ആണ് ബേസ്, റൈറ്റ്? NaOH base, so OH minus comes to the picture, right? It will abstract this hydrogen. പല ടെക്സ്റ്റിലും നിങ്ങളുടെ മഞ്ജുഷ ബൈബിളിലൊക്കെ ചിലപ്പോൾ അത് കാർബാനിയോൺ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എക്സാക്ട് മെക്കാനിസം എന്ന് പറയുന്നത്. അത് കാർബാനിയോൺ ആണ്, അത് ഇനോളേറ്റും ആണ്, നോ പ്രോബ്ലം. ഇവിടെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാർബാനിയോൺ കിട്ടും. ഓക്കെ, ഇനി അതല്ല അത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനോളേറ്റ് കിട്ടും. നമ്മൾ കണ്ടിട്ടുണ്ട്, ആദ്യം കാർബാനിയോൺ ഉണ്ടായി, അത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇനോളേറ്റ് കിട്ടും. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഇനോളൈറ്റ് ആയിട്ട് വരയ്ക്കാം, നോ പ്രോബ്ലം. സോ യു വിൽ ഗെറ്റ് ഇനോളേറ്റ് അയോൺ. ഓക്കെ, സോ ഇനോളേറ്റ് ഫോർമേഷൻ ആണ്. സോ ദിസ് ഈസ് ഇനോളേറ്റ് അയോൺ. ഓക്കെ, സോ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനോളേറ്റ് ഫോർമേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? ദിസ് ഈസ് ഇനോളേറ്റ് ഫോർമേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാം, വി ആർ യൂസിങ് എക്സസ് എമൗണ്ട് ഓഫ് കാർബണിക് കോമ്പൗണ്ട്. ഓക്കെ, ആ കാർബണിക് കോമ്പൗണ്ട് ഇതിപ്പോ ന്യൂക്ലിയോഫൈൽ ആണ്. ദിസ് കാൻ ആക്ട് ആസ് ന്യൂക്ലിയോഫൈൽ. അപ്പൊ ആരാണ് ഈ ഇലക്ട്രോഫൈൽ? ഇലക്ട്രോഫൈൽ ഈസ് നത്തിങ് ബട്ട് യുവർ കാർബണിക് കോമ്പൗണ്ട് ഇറ്റ്സെൽഫ്. ആ കാർബണിക് കോമ്പൗണ്ട് തന്നെ ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. അതെങ്ങനെ ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും നോക്കൂ. ദിസ് ഈസ് പോളറൈസ്ഡ് ബോണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഇലക്ട്രോഫിലിക് സെന്റർ. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അറ്റാക്ക് നടക്കും, ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? ഡബിൾ ബോണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ന്യൂ ബോണ്ട് ഈസ് ഫോംഡ് ഫ്രം ദിസ് ടെർമിനൽ ടു ഹിയർ. ഓക്കെ, ദിസ് ഈസ് ന്യൂ ബോണ്ട്. ഓക്കെ, ഇത് പൈപ്പ്. നമ്മൾ ഹൈഡ്രജന് പിന്നെ റെപ്രസെന്റ് ചെയ്തില്ലേ, അത് അവിടെ ഉണ്ടാവും, മനസ്സിലാക്കണം. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, O- CH3. ഓക്കെ, ഇങ്ങനെ കിട്ടും. റെഡി. ഫർദർ പ്രോട്ടോണേഷൻ നടക്കും, കാരണം ഇത് NaOH അക്വസ് മീഡിയത്തിലാണ്, റൈറ്റ്? പ്രോട്ടോണേഷൻ നടക്കും. Okay, H plus so what will happen? ഇവിടെ OH ആവും. Okay, this is aldol. Okay, ഇനി aldol ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫർദർ റിയാക്ഷൻ നടക്കും. ഓക്കെ, അതെങ്ങനെയാ നടക്കുക നോക്കൂ. ഇവിടെ വീണ്ടും ഒരു ആൽഫ ഹൈഡ്രജൻ ഇല്ലേ? കാർബണിക് കോമ്പൗണ്ടിന്റെ നെക്സ്റ്റ് പൊസിഷൻ ആൽഫ ഹൈഡ്രജൻ ഇല്ലേ? ഉണ്ടല്ലോ. ബേസ് വന്ന് ഈ ആൽഫ ഹൈഡ്രജന് ഇതിന് പ്രത്യേക പേരുണ്ട്, അത് ചില ഇന്റർവ്യൂ നമുക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ മെക്കാനിസം, വാട്ട് ഈസ് ദ എലിമിനേഷൻ മെക്കാനിസം ഇൻ ആൽഡോൾ കണ്ടൻസേഷൻ? ആ സ്റ്റെപ്പിന് നമ്മൾ പറയുന്ന പേരാണ്, നോക്കണേ. ബേസ്, നമ്മുടെ ബേസ് ആയ OH മൈനസ് ആയോണ്ട് വരും.
മെക്കാനിക്സ് ആയിട്ട് ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ ഡബിൾ ബോണ്ട് വരുമെന്ന് അറിയാം, ബട്ട് അത് ഓർത്ത് വെക്കണം ചില ഇന്റർവ്യൂവിൽ. കാരണം ഇത് അസിഡിക് ഹൈഡ്രജൻ ആണ്, ഇതിനെ അബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അവിടെ ലോൺ പെയർ ഇലക്ട്രോൺ കാർബാനുകൾ ഫോം ചെയ്യും. ഓക്കെ, കാർബാനുകൾ ഫോം ചെയ്യും. ഇതും റിലേറ്റ് ചെയ്യുന്നത് കോൺജുഗേറ്റ് ബേസ് ആണ്, റൈറ്റ്? ഇത് ആസിഡ് ആണ്, ഇത് കോൺജുഗേറ്റ് ബേസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഈവൻ CB മെക്കാനിസം എന്നാണ്. അതായത് എലിമിനേഷൻ ഫസ്റ്റ് ഓർഡർ കോൺജുഗേറ്റ് ബേസ് മെക്കാനിസം, ഈവൻ CB മെക്കാനിസം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈവൻ CB മെക്കാനിസം എന്നാണ് ഈ അവസാനത്തെ എലിമിനേഷൻ മെക്കാനിസത്തിന് പറയുന്നത്. എന്തുകൊണ്ടാ? ആൽഡോൾ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആസിഡ് ആണ്, അതിൽ നിന്ന് കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്യും. ഇത് ഒരു ഇന്റർമീഡിയറ്റ് ആണ്. നമുക്കറിയാം SN1 മെക്കാനിസത്തിൽ കാർബോ കാറ്റോൺ ഫോം ചെയ്യും, അതുപോലെ E1 മെക്കാനിസത്തിലും കാർബോ കാറ്റോൺ ഫോം ചെയ്യും. ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് കൊണ്ട് അത് ഈവൺ എലിമിനേഷൻ ആണ്. ബട്ട് ഒരു കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്യുന്നത് കൊണ്ട് കോൺജുഗേറ്റ് ബേസ് എന്ന് പറയും. സോ ദിസ് ഈസ് കോൾഡ് ഈവൻ CB, റൈറ്റ്? അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ ലോൺ പെയർ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യും OH മൈനസ് AgB. ഓക്കെ, ready? So finally you will end up with your required alpha beta unsaturated product. Okay, so alpha beta unsaturated product. Okay, so that is your product I have drawn there. Okay, so that is your alpha beta unsaturated aldehyde. Okay, aldehyde. So this is called so-called aldol condensation reaction. അപ്പോൾ പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്ക് ആണ് ഞാൻ പറഞ്ഞത്. സെൽഫ് കണ്ടൻസേഷൻ ആണ്. സെൽഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനോട് ഉദ്ദേശിക്കുന്നത് സെയിം മോളിക്യൂൾ തന്നെ കണ്ടൻസ് ചെയ്യുക. സെയിം മോളിക്യൂൾ തന്നെ കണ്ടൻസ് ചെയ്യുന്നതിനാണ് സെൽഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട് അങ്ങനെ തന്നെ എഴുതി, അതിന്റെ ടെർമിനൽ ആണ് ന്യൂക്ലിയോഫൈൽ. അത് അടുത്ത ഇക്വലന്റിന്റെ കാർബണിൽ കാർബൺ അറ്റാക്ക് ചെയ്യും. അപ്പൊ അവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, അത് OH ആവും. പിന്നെ ആ പുതിയ ബോണ്ടിൽ തന്നെ ഒരു ഡബിൾ ബോണ്ടും കൊടുക്കുന്നു. ഓക്കെ, പുതിയ ബോണ്ടിൽ തന്നെ ഡബിൾ ബോണ്ടും കൊടുക്കുന്നു. ദാറ്റ് ഈസ് അതിന്റെ എന്റർ മെക്കാനിക്സ് ആണ്. ഫസ്റ്റ് ഇനോഡേറ്റ് ഫോർമേഷൻ, റെഡി. നെക്സ്റ്റ് എന്താണ്? ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. ഇത് നിങ്ങളുടെ ന്യൂക്ലിയോഫൈൽ ആണ്, ഇത് നിങ്ങളുടെ ഇലക്ട്രോഫൈൽ ആണ്. സോ യു വിൽ എൻഡ് വിത്ത് ദിസ് ആൻഡ് ഫൈനലി യു വിൽ എൻഡ് വിത്ത് ആൽഡോൾ. ഓക്കെ, ആൽഡോൾ പ്രോഡക്റ്റ് അലോങ് വിത്ത് ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ടാവും. ആൽഡോളിൽ നിന്ന് ഫർദർ എലിമിനേഷൻ നടന്നിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ ഒരു എലിമിനേഷനെയാണ് നമ്മൾ ഈവൻ CB പറയുന്നത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഈവൻ CB എലിമിനേഷൻ, ഈവൻ CB എലിമിനേഷൻ. ഓക്കെ, റെഡി? റെഡി? ആൽഡോൾ കണ്ടൻസേഷൻ ഏതൊക്കെ രീതിയിൽ നടക്കാം? അതിന് മൂന്ന് തരത്തിൽ നടക്കാം. ബേസിക്കലി മെക്കാനിസം സെയിം ആണ്, ബട്ട് നമ്മൾ ആ 3 രീതിയിൽ കാണാറുണ്ട് ആൽഡോൾ കണ്ടൻസേഷൻ. എങ്ങനെയൊക്കെ ആൽഡോൾ കണ്ടൻസേഷൻ വരാറുള്ളത്? എങ്ങനെയൊക്കെ വരാറ്? ഒന്ന്, സെൽഫ് കണ്ടൻസേഷൻ. 2, ക്രോസ് കണ്ടൻസേഷൻ. 3, ഇൻട്രാമോളിക്കുലർ. ഇൻട്രാമോളിക്കുലർ. സെൽഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാല് അവിടെ സെയിം മോളിക്യൂള് തന്നെയായിരിക്കും. ക്രോസ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഡിഫറെന്റ് മോളിക്യൂൾസ്. ബിറ്റ്വീൻ ഡിഫറെന്റ് മോളിക്യൂൾസ്. ബിറ്റ്വീൻ ഡിഫറെന്റ് മോളിക്യൂൾസ്. ഇൻട്രാമോളിക്കുലർ എന്ന് പറഞ്ഞാല് ഇത് ഇവിടെ സെൽഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ സെയിം മോളിക്യൂൾ ആണ്, ബട്ട് സെയിം മോളിക്യൂള് ഡിഫറെന്റ് ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം
ഇത് ഒരു ആൽഡിഹൈഡ് ആണ്, പ്ലസ് അതേ ആൽഡിഹൈഡുമായിട്ട് ബട്ട് ഇന്റർമോളിക്കുലർ ആണ്. ബട്ട് അത് ഇന്റർമോളിക്കുലർ ആണ്. സെൽഫ് ആണ് ബട്ട് ഇന്റർമോളിക്കുലർ ആണ്. സെയിം ടൈപ്പ് മോളിക്യൂൾ ആണ് ബട്ട് ദാറ്റ് ഈസ് ഇന്റർമോളിക്കുലർ. രണ്ട് ഡിഫറെന്റ് ഇക്വലന്റുകൾ തമ്മിലാണ് അത് റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, സെയിം മോളിക്യൂളുകളാണ്, സെയിം ബട്ട് ഇന്റർമോളിക്കുലർ ആണ്. ക്രോസ് എന്ന് പറഞ്ഞാല് ഇന്റർമോളിക്കുലർ ആണ്, ഡിഫറെന്റ് മോളിക്യൂളുകളായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അസറ്റാൽഡിഹൈഡും വേറൊരു അസറ്റോണും തമ്മിൽ നടക്കാം. അസറ്റാൽഡിഹൈഡും അസറ്റോണും ഡിഫറെന്റ് മോളിക്യൂൾ ആണ്, ഇന്റർമോളിക്കുലർ ആണ്. ബട്ട് ഇൻട്രാമോളിക്കുലറിന്റെ പ്രത്യേകത സെയിം മോളിക്യൂള് രണ്ട് ഇക്വലന്റ് കാർബണിൻ കോമ്പൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ, സെയിം മോളിക്യൂളില് രണ്ട് കാർബണിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം? ഇൻട്രാമോളിക്കുലാർ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കാം. സെയിം മോളിക്യൂള് തന്നെയാണ് ബട്ട് ഇൻട്രാമോളിക്കുലർ ആണ്. വിതിൻ ദ മോളിക്യൂളിലാണ് റിയാക്ഷൻ നടക്കുക. ഇതിന്റെ ഏറ്റവും വലിയ ഇൻട്രാമോളിക്യൂൾ എന്ന് പറഞ്ഞാൽ വിതിൻ ദ മോളിക്യൂളിലാണ് ആൾഡോൾ കണ്ടൻസേഷൻ നടക്കുക. സെൽഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർമോളിക്കുലർ ആണ്, ഡിഫറെന്റ് ഇക്വലന്റ് മോളിക്യൂളുകൾ തമ്മിലാണ്, അത് സെയിം മോളിക്യൂൾ ആണ്. ഓക്കെ, ക്രോസ് എന്ന് പറഞ്ഞാൽ ഇന്റർമോളിക്കുലർ ആണ്, ഡിഫറെന്റ് ടൈപ്പ് മോളിക്യൂളുകൾ തമ്മിലാണ് റിയാക്ഷൻ നടക്കുക. ഇൻട്രാമോളിക്കുലർ എന്ന് പറഞ്ഞാൽ വിതിൻ ദ മോളിക്യൂളിൽ നടക്കുന്ന ആൾഡോൾ കണ്ടൻസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാമോളിക്കുലർ ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു മോളിക്യൂള് തന്നെ തരികയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോണ 27 ഡൈ ഓൺ എന്ന് പറയുന്ന രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് നടക്കും? ഇൻട്രാമോളിക്കുലർ ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പല എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. സെൽഫിനും ക്രോസിനും ഒക്കെ പല എക്സാമ്പിളും പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻട്രാമോളിക്കുലറിനുള്ള എക്സാമ്പിൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോ ഇപ്പൊ സെൽഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. ക്രോസ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് യു ഹാവ് ഒരു റിയാക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തത്. ഓക്കെ, ഒന്നാമത്തെ റിയേജന്റ് സോഡിയം ഹൈഡ്രോക്സൈഡ്, രണ്ടാമത്തെ റിയേജന്റ് അസറ്റോൺ. ഇങ്ങനെ കൊടുത്തു. സോ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഈസ് കോൾഡ് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. എന്താ സംഭവിക്കുക? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈനോളൈറ്റ് ഫോം ചെയ്യും. NaOH വരുന്ന സമയത്ത് ക്ലിയർലി ഈനോളൈറ്റ് ഫോം ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ അത് അടുത്ത ഇക്വലന്റ് കാർബണിൻ കോമ്പൗണ്ട് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ റിയേജന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആരാ? അസറ്റോണിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ പോയി അറ്റാക്ക് ചെയ്യും. ഓക്കെ, so you will end up with ഇവിടെ ന്യൂ ബോണ്ട് ഫോർമേഷൻ നടക്കും. സോ ഇങ്ങനെ ഫോം ചെയ്യും. റൈറ്റ്, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈവൻ സി ബി നടന്നിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോം ചെയ്യും. റൈറ്റ്, ഇവിടെയാണ് ഈ OH ഉം ഈ H ആണ് എലിമിനേറ്റ് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ അവിടെ ഇങ്ങനെ വട്ടം കാണാം. ഓക്കെ, റെഡി. ഇങ്ങനെ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇത് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ഒരു എക്സാമ്പിൾ ആണ്. കാരണം ഇത് എന്താണ്? അസറ്റാൽഡിഹൈഡും അസറ്റോണും തമ്മിലാണ് കണ്ടൻസേഷൻ നടന്നത്. ഡിഫറെന്റ് മോളിക്യൂൾ തമ്മിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഡിഫറെന്റ് മോളിക്യൂളുകൾ തമ്മിലാണ്. ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒരു വേറൊരു ഇക്വലന്റ് ആയിട്ട് കോമ്പൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാൾ തന്നെ വീണ്ടും സെൽഫ് കണ്ടൻസേഷൻ നടത്തും. ഇത് വൺ ഇക്വലന്റ് ആയിട്ട്
വേറൊരു കാർബണിക് കോമ്പൗണ്ട് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആ കോമ്പൗണ്ടിന് തന്നെ ആദ്യം ഈനോളേറ്റ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിന് അങ്ങനെ തന്നെ എഴുതും, റൈറ്റ്. ഇനി അതിന്റെ ടെർമിനലിൽ നിന്ന് പുതിയൊരു ബോണ്ട് വരും. ആ ബോണ്ട് സെക്കൻഡ് കോമ്പൗണ്ടിന്റെ കാർബണിക് കോമ്പൗണ്ടിലാണ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾ ഡബിൾ ബോണ്ട് കൂട്ടി ബാക്കിയുള്ളത് കൊടുക്കുക, അത് വായിച്ചാക്കുക, റൈറ്റ്. റൈറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ആൾഡോൾ കിട്ടി. ഇനി ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, പുതിയ ബോണ്ട് ഫോം ചെയ്തെടുത്ത്. അപ്പൊ നോക്കൂ, ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ കാണുന്ന സമയത്ത് വളരെ കൺഫ്യൂസ്ഡ് ആകും. ഒരു അലിസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, അലിസൈക്ലിക് കോമ്പൗണ്ട് ആണ്, ഒരു 10 മെമ്പേർഡ് റിംഗ് ആണ്. അതിന്റെ പ്രത്യേകത 2 കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. 2 കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2 കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരേ മോളിക്യൂളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ in the presence of base, what will happen? It will undergo intramolecular aldol condensation. It will undergo intramolecular aldol condensation reaction. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് ഈനോളൈസേഷൻ ആണ്. അതായത് കാർബാനിയോൺ ഫോം ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് ഈനോളേറ്റ് അയോൺ ഫോം ചെയ്യും. ഇത് സിമെട്രിക് ആയതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു പൊസിഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബട്ട് ഇങ്ങനത്തെ ഇൻട്രാമോളിക്കുലർ ആൾഡോൾ കണ്ടൻസേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിഫറബിലി 5 or 6 മെമ്പേർഡ് റിംഗ് ആണ്. അങ്ങനെ ഫോം ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ പ്രിഫറബിൾ ആയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ സൈക്ലൈസേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് 5 മെമ്പേർഡ് ഫോം ചെയ്യാൻ സാധ്യത ഉണ്ട്, 6 മെമ്പേർഡ് ഫോം ചെയ്യാൻ സാധ്യത ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. എങ്കിൽ 5 or 6 മെമ്പേർഡ് റിംഗ് ആണ് കൂടുതലായിട്ട് ഫോം ചെയ്യുക. 5 മെമ്പേർഡ്, 6 മെമ്പേർഡ്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള റിങ്ങുകൾ വരിക. ഓക്കെ, ഇപ്പം 7, ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് വരിക. ഓക്കെ, സോ ദ ഈസ് ഓഫ് റിംഗ് ഫോർമേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, റിംഗ് ഫോർമേഷൻ. ഓക്കെ, 5, 6 ഏറ്റവും റേറ്റ് കൂടുതൽ ഉണ്ടാവുക 5ഉം 6ഉം റിംഗ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള മോളിക്യൂൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 4 പൊസിഷൻ, ആൽഫ പൊസിഷൻ ഈ മോളിക്യൂളിലുണ്ട്. ഓക്കെ, 1, 2, 3, 4 ആൽഫ പൊസിഷൻ ഉണ്ട് ഈ മോളിക്യൂളിൽ. ഓക്കെ, 4 ആൽഫ പൊസിഷൻ ഉണ്ട് ഈ മോളിക്യൂൾ. അതെല്ലാം തന്നെ സിമെട്രിക് പൊസിഷൻ ആണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ തന്നിട്ടുള്ള മോളിക്യൂളിൽ എല്ലാ 4 ആൽഫ പൊസിഷനും സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം ഈനോളൈസേഷന് വേണ്ടി ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, സോ I am choosing this hydrogen. Okay, ഞാൻ ഈ ഹൈഡ്രജനെ എടുക്കുന്നു. ഓക്കെ, അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് വരും, അതായത് OH മൈനസ് അയോൺ വരും. ഈ OH മൈനസ് അയോൺ എന്ത് ചെയ്യും? അസിഡിക് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും. ഈനോളൈസേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. So you will end up with this enolate ion. Okay, so this is enolate ion ആണ്. Right. Now what will happen? നമ്മൾ നേരത്തെ നമ്മൾ ഈനോളേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് മറ്റൊരു മോളിക്യൂളിന്റെ ഇലക്ട്രോഫിലിക് സെന്ററിലാണ് അറ്റാക്ക് ചെയ്തത്. ഇത് വിതിൻ ദ മോളിക്യൂള്
ഇലക്ട്രോഫിലിക് സെന്റർ ഉണ്ട്. വിവിധ മോളിക്യൂൾ ഇലക്ട്രോഫിലിക് സെന്റർ ഉണ്ട്. ഏതാണ് ഇലക്ട്രോഫിലിക് സെന്റർ? ഈ കാർബൺ. ഇനി എന്ത് ചെയ്യും? ഷിഫ്റ്റ്, അറ്റാക്ക്, ഷിഫ്റ്റ്. എല്ലാ റിയാക്ഷനും അവിടെ തന്നെ നടക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, പുതിയ ബോണ്ട് ഫോർമേഷൻ നടക്കുക ആൽഫ കാർബണിൽ നിന്നാണ്. കാരണം അവിടെ കാർബാനിയോൺ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ ഇതാവേ, സോ ഇവിടെ CO ബോണ്ട് തിരിച്ചു വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂ ബോണ്ട് ഈസ് ഫോംഡ് ഫ്രം ഹിയർ ടു there, okay, here to there, O minus. Okay, ഇനി ഇതിനൊന്ന് സ്ട്രക്ചർ ഒന്ന് നമുക്ക് മാറ്റി വരയ്ക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വലന്റ് ടു, അതിനൊന്ന് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം തീരും. ഓക്കെ, ഞാൻ നമ്പർ കൊടുക്കുകയാണ്. 1 2 3 4 5 6 7. ഓക്കെ, ഒരു 7 മെമ്പേർഡ് റിങ്ങും പിന്നെ 1 2 3 4 5 ഒരു 5 മെമ്പേർഡ് റിംഗും ആണ് അവിടെ ഫോം ചെയ്തത്. Okay, that is A, B, C, D, E. Okay, ഇതിനെ ഞാൻ മാറ്റി വയ്ക്കുവാണ്. നമ്പർ കൊടുത്തു നോക്കാം. 1 2 3 4 5 6 7 അല്ലെ? 1ഉം 7ന്റെ ഇടയിൽ പിന്നെ ഒരു 5 മെമ്പേർഡ് റിംഗ്. റെഡി അല്ലേ? നോക്കാം. A, B, C, D, E. ഇനി അവിടെ എന്തൊക്കെ ഉണ്ടോ അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ എന്തൊക്കെ ഉണ്ടോ അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, റെഡി. അപ്പോ 2 ഒരു CO ഫംഗ്ഷൻ ഗ്രൂപ്പ്. റെഡി. പിന്നെ എന്താ? 7 O മൈനസ്. ഓക്കെ, O മൈനസ്. പിന്നെ വേറെന്തോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. റൈറ്റ്. കോമ്പൗണ്ട് ആയി. ഇനി നമുക്കറിയാം പ്രോട്ടോണേഷൻ നടക്കും. പ്രോട്ടോണേഷൻ നടന്നാല് OH. ഇനി അവസാനം ഡീഹൈഡ്രേഷൻ നടക്കില്ലേ? അപ്പൊ നമുക്കറിയാം ഇവിടെ പുതിയ ബോണ്ട് ഏതാണ്? ഇയാളാണ് പുതിയ ബോണ്ട്. ഓക്കെ, ഇനി എലിമിനേഷൻ നടക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, എലിമിനേഷൻ നടത്തുന്നതിന് എവിടെയെങ്കിലും കൊണ്ട് ചെയ്യരുത്. എവിടെയാണോ പുതിയ ബോണ്ട് ഫോം ചെയ്തത് അവിടെ ഒരു പൈ ബോണ്ട് കൂടി വരും. ഓക്കെ, എവിടെയാണോ പുതിയ ബോണ്ട് വന്നത് അവിടെ ഒരു പൈ ബോണ്ട് കൂടി വരും. അതിനുള്ള മെക്കാനിസം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനി വീണ്ടും ഇതിന് ഒരു ഹൈഡ്രജൻ അബ്സ്ട്രാക്ഷൻ നടക്കും. അത് എവിടുന്നാണ് നടക്കുക? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. റൈറ്റ്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത പ്രോഡക്റ്റ് ഞാൻ മുകളിൽ എഴുതുകയാണ്. So your final product will be ഓപ്ഷനിൽ പല രീതിയിൽ പ്രോഡക്റ്റ് ഉണ്ടാവും. Okay, so your final product will be this one. Right. Okay. Ready. So this is the one of the most important or most discussed intramolecular aldol condensation reaction. ഇതിപ്പോ ഇങ്ങനെ ഒരു സൈക്ലിക് സ്ട്രക്ചറിലായി. ഇനി ഓപ്പൺ സ്ട്രക്ചർ ഇത് പാലിസൈക്ലിക് കോമ്പൗണ്ടിലാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇനി ആലിഫാറ്റിക് കോമ്പൗണ്ടിൽ യു ക്യാൻ ഹാവ് intramolecular reaction. എങ്ങനെ നടക്കും? ഫോർ എക്സാമ്പിൾ നമുക്ക് അതിന് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ illustrative example for an intramolecular aldol condensation reaction in an alicyclic compound. Okay, അതായത് സാച്ചുറേറ്റഡ് സൈക്ലിക് കോമ്പൗണ്ട്. ഓക്കെ, ഇനി അതുപോലെ അലിഫാറ്റിക് കോമ്പൗണ്ടിന് ഒരു എക്സാമ്പിൾ പറയാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ജാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി? Ready.
അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. ഇങ്ങനെയാണ് കോമ്പൗണ്ട് തന്നെ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് nona 2,8 dione. nona 2,8 dione. Okay. What will happen when this compound is treated with sodium hydroxide? What will happen? This compound is treated with sodium hydroxide. And if a question ingane thannu, what is the major product formed when you treat a nona 2,8 dione with sodium hydroxide? Okay. ഈ കോമ്പൗണ്ട് നോക്കാം. ഇത് ഒരു മോളിക്യൂൾ ആണ്. ഇത് രണ്ട് ഇക്വലന്റ്, രണ്ട് CO ഫംഗ്ഷൻ ഗ്രൂപ്പ്, രണ്ട് കാർബണിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് റിയേജന്റ്. നേരത്തെ നമ്മൾ അലിസൈക്ലിക് കോമ്പൗണ്ട് പറഞ്ഞു. ഇത് അലിഫാറ്റിക് കോമ്പൗണ്ട് ആണ്. ഇതിൽ രണ്ട് ഇക്വലന്റ് ആയിട്ടുള്ള എന്തുണ്ട്, കാർബണിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. സോ what will happen? It can undergo intramolecular aldol condensation reaction. അപ്പൊ ഇത് സിംപ്ലിസിറ്റിക്ക് ഇതിനെ ഞാനൊരു സ്ട്രക്ചറിനെ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉണ്ടാവില്ല. ഇങ്ങനെ വരച്ചു. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഓക്കെ, സെയിം കോമ്പൗണ്ട് ആണ്. ഓക്കെ, സെയിം കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ടിനെ വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യണം. കാരണം കുറെ ചാൻസ് ഇതിലുണ്ട്. ഇതിന് ആൽഫ ഹൈഡ്രജൻ ഉള്ള പൊസിഷൻ ഞാൻ മാർക്ക് ചെയ്യാണ്. A, B, C, D 4 ആൽഫ ഹൈഡ്രജൻ ഉള്ള പൊസിഷൻ ഉണ്ട്. ഇതിൽ എവിടെ നിന്ന് മേജർ പ്രോഡക്റ്റിന് വേണ്ടി പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ നടത്തും, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഇതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നോക്കണേ, ഇവിടെ നിന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്താൽ ന്യൂ ബോണ്ട് ഫോർമേഷൻ ഇങ്ങനെയാണ് നടക്കുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ആദ്യം ഒന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ന്യൂ ബോണ്ട് ഫോർമേഷൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഒരു 8 മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, ഇനി അതല്ല ഇവിടുന്നാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് 1 2 3 4 5 6 ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, ഇനി അതല്ല, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു 6 മെമ്പേർഡ് റിംഗും ഒരു 8 മെമ്പേർഡ് റിംഗും ഈ രീതിയിൽ വന്നു. ഇനി മറ്റേ ഓപ്ഷൻ നോക്കാം. ഇവിടാണ് ഇനോളേറ്റ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ബോണ്ട് ഫോർമേഷൻ നടക്കും അല്ലെ. ഇത് ന്യൂക്ലിയോഫിലിക് സെൻട്രേറ്റ് ആക്ട് ചെയ്യും, ഇത് ഇലക്ട്രോഫിലിക് സെൻട്രേറ്റ് ആക്ട് ചെയ്യും. അപ്പൊ എത്ര മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യുക? 1 2 3 4 5 6 7 8 മെമ്പേർഡ്. ഇനി ഇവിടെ നിന്നാണ് ഇനോളേറ്റ് ഫോം ചെയ്യുന്നതെങ്കിൽ യു വിൽ എൻഡ് വിത്ത് ദിസ്. ഓക്കെ, യു വിൽ എൻഡ് വിത്ത് ദിസ്. അപ്പൊ എത്ര മെമ്പേർഡ് ഫോം ചെയ്യാം? 1 2 3 4 5 6 മെമ്പേർഡ്. ഇവിടെയും 6ഉം 8നും ഓപ്ഷൻ ഉണ്ട്, മുകളിലും 6നും 8നും ഓപ്ഷൻ ഉണ്ട്. അപ്പൊ രണ്ട് സിമെട്രിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് 6 ആണോ 8 ആണോ എന്ന് തീരുമാനിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 4 പൊസിഷൻ ഉണ്ട്. ആദ്യം 4 പൊസിഷനിൽ നിന്നും ബോണ്ട് ഫോം ചെയ്താൽ എത്ര മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യും നോക്കി. അപ്പൊ നമ്മൾ 6ഉം 8ഉം കണ്ടു. സോ 6 മെമ്പേർഡ് റിംഗ് വിൽ ഫോം ആസ് എ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യുന്ന രീതിയിലുള്ള റിയാക്ഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓപ്ഷനിൽ മറ്റേതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഓപ്ഷനിൽ മറ്റേതൊക്കെ ഉണ്ടാവും. സോ 6 മെമ്പേർഡ് റിംഗ് വിൽ ഫോം ഓവർ 8 മെമ്പേർഡ് റിംഗ്. അതിന് വേണ്ടിയിട്ടുള്ള ഇനോളൈസേഷൻ നമ്മൾ നടത്തണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ മോളിക്യൂളില്
ഈ മോളിക്യൂൾ ഇതാ ഇവിടത്തെ ഹൈഡ്രജനെ ചൂസ് ചെയ്യുന്നു. കാരണം നമ്മൾ കണ്ടത് ഇവിടെ കാർബാനിയോൺ ഇനോളെ ഫോം ചെയ്താൽ ഇങ്ങനെയാണ് റിംഗ് ഫോം ചെയ്യുക. ദാറ്റ് ഈസ് 6 മെമ്പർ. വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ ഞാൻ അത് എടുത്തു. ഓക്കെ, അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് പ്രോഡക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അത്രേ ചെയ്യേണ്ടുള്ളൂ. ഇത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാം. ഞാൻ ആ പറഞ്ഞതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രോഡക്റ്റ് എഴുതാം? ഇവിടാണ് ബോണ്ട് ഫോം ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ പുതിയ ബോണ്ട് വന്നു. അപ്പൊ ഇവിടെ അറ്റാക്ക് നിന്ന് ഇത് OH ആവും, പിന്നെ അത് ഡബിൾ ബോണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. നിങ്ങൾ മെക്കാനിക്സ് എഴുതി നോക്കാം. OH minus comes to the picture. It will abstract this hydrogen. Enol will be formed. Okay. O minus, sorry, O minus double bond O. Okay. Next step il enol will form cheyidu. Next step il endu cheyum? Nucleophilic addition nadakkum. Okay. So ഞാൻ മുകളിൽ എഴുതാണ് പ്രോഡക്റ്റ്. എവിടെ ഡബിൾ ബോണ്ട് ആയി, റൈറ്റ്? ന്യൂ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദിസ് ടെർമിനൽ ആൻഡ് ദിസ് ടെർമിനൽ. ഓക്കെ, സോ it becomes O minus and it get protonated OH, right? Next step what will happen? Dehydration takes place. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്ത് അവിടെ ഒരു എലിമിനേഷൻ നടക്കും. ഓക്കെ, that is E1CB elimination. So this elimination will take place. Okay, so new. Okay, so that is the major product. ഇനി 8 മെമ്പേർഡ് ചാൻസ് ഉണ്ടാവുന്ന സമയത്ത് മൈനർ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അതും ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മേജർ പ്രോഡക്റ്റ് വേണം തിരഞ്ഞെടുക്കാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മേജർ പ്രോഡക്റ്റ്. ഇത് 6 മെമ്പേർഡ് ആവുന്നത് കൊണ്ടാണ്. ഇനി 5 മെമ്പേർഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ 5 മെമ്പേർഡ് ഫോം ചെയ്യും. അത് കഴിഞ്ഞ് 6 മെമ്പേർഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിംഗ് സൈക്ലൈസേഷന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് 5 more than 6 more than, okay, 6 more than, പിന്നെ 3 more than, 7 more than, okay, പിന്നെയാണ് 4, 8 ഒക്കെ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് സൈക്ലൈസേഷൻ. സൈക്ലൈസേഷന്റെ ഓർഡറിന്റെ ഓർഡർ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പല രീതിയിൽ റിംഗ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഓർഡർ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ റിംഗ് സൈക്ലൈസേഷൻ ടെൻഡൻസി ഉള്ളത് 5 മെമ്പേർഡിനാണ്, പിന്നെ 6 മെമ്പേർഡ്, പിന്നെ 3 മെമ്പേർഡ്, അതൊക്കെ കഴിഞ്ഞിട്ട് 7 മെമ്പേർഡ്, പിന്നെ 4 മെമ്പേർഡ്. അപ്പൊ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. 5, 6, ഓക്കെ, പിന്നെ 7, 3 ഓൾമോസ്റ്റ് സെയിം ഓർഡറിലാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിന്റെ റിംഗ് സ്ട്രെയിന് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഓർഡർ വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക 5, 6 ആണ് ഏറ്റവും കൂടുതൽ റിംഗ് ഫോം ചെയ്യുക. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഐഡന്റിഫൈ ദ മേജർ പ്രോഡക്റ്റ്.
ഐഡന്റിഫൈ ദ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആൾഡോൾ ഇൻട്രാമോളിക്കുലർ ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ ആദ്യം ആൽഫ ഹൈഡ്രജനുകളുള്ള പൊസിഷൻ കണ്ടെത്തുക. എ, ബി, സി, സി, ഡി, അങ്ങനെ 4 ആൽഫ ഹൈഡ്രജനുള്ള പൊസിഷൻ ഉണ്ട്. ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 1 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 2, ഇവിടെ 2. ഇത് എവിടെ നിന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് എവിടെ ഇനോളേറ്റ് ഫോം ചെയ്യും. ഓക്കെ, എവിടെ ഇനോളേറ്റ് ഫോം ചെയ്യും. ഓക്കെ, സപ്പോസ് ഞാൻ ഇവിടെ ഇനോളേറ്റ് ഫോം ചെയ്താൽ ഐ ക്യാൻ ഹാവ് റിംഗ് ലൈക്ക് ദിസ്. പുതിയ റിംഗ് ഫോം ചെയ്യും. അത് എത്ര മെമ്പർ ഇടാം? 1, 2, 3, 4, 5, 6, 6 മെമ്പർ. 6 മെമ്പറിലാണ്. ഇനി അതല്ല, ഞാൻ ഒരു 6-നുള്ള ചാൻസ് ആയി. D give you 6. D give you 6 member. Now what about C? Okay. C give you 1, 2, 3, 4. C give you 4 member. Okay. C give you 4 member. Okay. Any A in the case, highly complicated structure ആണ് ഫോം ചെയ്യുക. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ ആണ്. അപ്പൊ അതിലോട്ട് പോകണം. കാരണം അതാ ഇങ്ങനെയാണ് എയിൽ നിന്ന് ലിങ്ക് വരിക. ഇങ്ങനെയാണ് ലിങ്ക് വരിക. റൈറ്റ്, നോക്കൂ, ഇതൊരു ബ്രിഡ്ജ് ആയി വരില്ലേ? ഇതാ ഇവിടെ ഒരു ബ്രിഡ്ജ് വരും അല്ലെ? ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ ബ്രിഡ്ജ്ഡ് കോമ്പൗണ്ട് ആവാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് അറ്റാക്ക് നടക്കുക. അപ്പൊ അതാക്കുന്ന നോക്കണേ, ഇവിടെയും ലോക്ക്ഡൌൺ, ഇവിടെയും ലോക്ക്ഡൌൺ. അതായത് ഈ പോർഷൻ ഒരു ബ്രിഡ്ജ് ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം എയിൽ നിന്ന് ചാൻസ് ഇല്ല. വാട്ട് അബൌട്ട് ബി? വാട്ട് അബൌട്ട് ബി? ബിയിൽ നിന്ന് അപ്പോ എ ഗിവ് യു ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ. ഓക്കെ, വാട്ട് അബൌട്ട് ബി? ബിയിൽ ഒരു ആൽഫ ഹൈഡ്രജൻ ആണ് ഉള്ളത്. ഓക്കെ, ബി ഗിവ് യു കോമ്പൗണ്ട് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ലിങ്ക് വരിക. 1, 2, 3, 4. 1, 2, 3, 4. അതും 4 മെമ്പേർഡ് റിംഗ് ആണ് കിട്ടുക. ഓക്കെ, സോ ബി ഗിവ് യു 4 മെമ്പർ. ഓക്കെ, ഏതാണ് ഏറ്റവും ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൽഫ പൊസിഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഡി. ഫ്രം ഡി. ഓക്കെ, ഫ്രം ഡി. ദാറ്റ് ഈസ് ദാറ്റ് ഗിവ് യു 6 മെമ്പർ. ഓക്കെ, ഇങ്ങനെ വേണം നിങ്ങൾ ആദ്യം ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. എന്നിട്ട് വേണം മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൽഫ ഹൈഡ്രജൻ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഡി ഈ പൊസിഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്തത്. റൈറ്റ്, അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പെട്ടെന്ന് എഴുതിക്കൂടെ? നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാം അല്ലെ? എങ്ങനെ വരും? ഞാൻ കാണിക്കാം എങ്ങനെ പ്രോഡക്റ്റ് എഴുതാം. അങ്ങനെ മെക്കാനിക്സ് എഴുതുന്നതിന് മുന്നേ കാണിക്കാം. ഇവിടെയാണ് നമുക്ക് കാർബാനിയം വരിക. അപ്പൊ പുതിയ ബോണ്ട് ഇങ്ങനെ വരും. റൈറ്റ്, പിന്നെ ഇത് OH ആവും. ഓക്കെ, പിന്നെ അത് എന്താവും? ഡബിൾ ബോണ്ട് ആവും. പിന്നെ അത് ഡബിൾ ബോണ്ട് ആവും. അപ്പൊ അതിനൊന്ന് സ്ട്രക്ചർ മാറ്റി ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും? 6 മെമ്പേർഡ് അവിടെയും ഫോം ചെയ്യും. റൈറ്റ്, ഇതാണ് പുതിയ ബോണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ ഒരു ഓൾറെഡി ഉള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ കിട്ടും പ്രോഡക്റ്റ്. അങ്ങനെയല്ല കിട്ടുക. നമുക്ക് മെക്കാനിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മെക്കാനിക്സ് ചെയ്താൽ തന്നെ ആൻസറിലോട്ട് എത്താം. അതിനുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. ഷോർട്ട് കട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, പെട്ടെന്ന് എങ്ങനെ ആൻസറിലോട്ട് എത്താം എന്നുള്ളത്. ഓക്കെ, നമ്മൾ മെക്കാനിക്സ് പഠിച്ചുകൊണ്ടാണ് നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ മെക്കാനിക്സ് ഒന്ന് എഴുതി നോക്കാം നമുക്ക്. Okay, ഇവിടെയുള്ള ഹൈഡ്രജൻ ആണ് നമ്മൾ ചൂസ് ചെയ്തത്. OH minus comes to the picture. It will abstract this hydrogen. Okay, അങ്ങനെ ഇനോളേറ്റ് ഫോം ചെയ്യും. So your enolate is like this. അടുത്ത സ്റ്റെപ്പിൽ അറ്റാക്ക് നടക്കും. Okay, so you will get മൈനസ് ആവും. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ടെർമിനലിൽ നിന്നാണ് പുതിയ ബോണ്ട് ഫോം ചെയ്യുക. ഓക്കെ,
ഇവിടെയാണ് പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ തെറ്റിപ്പോയത് നമ്പർ ഇട്ടോളണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിന്റെ നമ്പർ ഇട്ടോളണം. ഞാനിതാ ഇവിടെ നിന്നാണ് അറ്റാക്ക് നടക്കുന്നത്. അപ്പൊ 1 2 3 4 5 6 അല്ലെ. അപ്പൊ ഞാൻ എങ്ങനെ നമ്പർ കൊടുക്കണം? അറ്റാക്ക് നടക്കുന്ന പൊസിഷന് 1 2 3 4 5 6 അങ്ങനെ വരും അല്ലെ. 1-ൽ നിന്ന് 6-ലോട്ടാണ് അറ്റാക്ക് നടന്നത്. 1-ൽ നിന്ന് 6-ലോട്ടാണ് അറ്റാക്ക് നടന്നത്. ഓക്കെ, പിന്നെ 2-ൽ ഡബിൾ ബോണ്ട് ഓ ഉണ്ടാവും. പ്രോട്ടോണേഷൻ നടന്നു കഴിഞ്ഞാൽ after protonation you will end up with this product. Okay, then after elimination, even CB elimination, you will get ഇവിടാണ് elimination നടക്കുക. Okay, this is the product. അല്ലേ, product അതല്ലേ? Ready, same product. ഇതാണ് ആൾഡോൾ കണ്ടൻസേഷന്റെ കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതിൽ നമ്മൾ 3 തരത്തിലുള്ള റിയാക്ഷൻ പറഞ്ഞു. സെൽഫ് കണ്ടൻസേഷൻ, ക്രോസ് കണ്ടൻസേഷൻ, ഇൻട്രാമോളിക്കുലർ ആൾഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ആവണം, നന്നായിട്ട് എക്സ്പേർട്ട് ആണ്. ഓക്കെ, ഈ ഒരു കാറ്റഗറി ഡിസ്കസ് ചെയ്യുന്ന സമയത്തുള്ള അടുത്തൊരു ഇമ്പോർട്ടന്റ് നെയിം റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ള എന്നാണ് കാനിസാരോ റിയാക്ഷൻ. എന്താണ് കാനിസാരോ റിയാക്ഷനും ആൾഡോൾ കണ്ടൻസേഷനുള്ള ഡിഫറൻസ്? ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ 3 പ്രോബ്ലം ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ്. 3 പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. ക്ലൈഡ് ആൻഡ് ടെക്സ്റ്റിലുള്ളതാണ്. ഓക്കെ, ജാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മേജർ പ്രോഡക്റ്റ് ആണ് നമ്മൾ എഴുതി. ഞാൻ മൈനർ പ്രോഡക്റ്റിന്റെ ചാൻസ് ഞാൻ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഒമിറ്റ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ നമ്മളെല്ലാ പ്രോഡക്റ്റും മൈനർ പ്രോഡക്റ്റ് ആയിട്ട് അവരുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നെയിം റിയാക്ഷൻ ആണ് കാനിസാരോ റിയാക്ഷൻ. 5th കണ്ടൻസേഷൻ നെയിം റിയാക്ഷനിൽ പെട്ടാണ്. കാനിസാരോ റിയാക്ഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ +2-ൽ കേട്ടിട്ടുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത, ഈ റിയാക്ഷൻ നടക്കാൻ കാർബണിക് കോമ്പൗണ്ട് ഷുഡ് നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ. Carbonyl compound should not have alpha hydrogen. Okay, reagent നമ്മൾ ഉപയോഗിക്കുന്നത് aqueous NaOH തന്നെയാണ്. ഓക്കെ, മറ്റേത് നമ്മൾ സ്ട്രോങ് NaOH ഉപയോഗിക്കുകയാണ്. ഇവിടെ വീക്ക് ആയിട്ടുള്ള aqueous NaOH ഉപയോഗിച്ചാൽ മതി. aqueous തന്നെയാണ്, മറ്റേത് സ്ട്രോങ് ആണ്. ഇവിടെ നമുക്ക് അത്ര സ്ട്രോങ് ഒന്നും വേണമെന്നില്ല. ഓക്കെ, ഈ റിയാക്ഷന്റെ പ്രത്യേകത, ഇത് സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിയാക്ഷൻ. ഓക്കെ, ഒരേ കോമ്പൗണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ആൽഡിഹൈഡ് ആണ് അല്ലെ. ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താൽ നിങ്ങൾക്കറിയാം അത് കാർബോക്സിലിക് ആസിഡ് ആണ് ഉണ്ടാവുക. ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൽക്കഹോൾ. സോ ഇതില് ഈ ഒരു കാനിസാരോ റിയാക്ഷന്റെ പ്രോഡക്റ്റ് ഇതാണ് ഉണ്ടാവുക. എന്തൊക്കെയാണ് ഉണ്ടാവുക? കാർബോക്സിലിക് ആസിഡും ആൽഡിഹൈഡും ആണ് കാനിസാരോ റിയാക്ഷൻ ഉണ്ടാവുക. സോ വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. നിങ്ങൾക്ക് തരുന്നത് ഒരു ആൽഡിഹൈഡ് ആണ്. ഈ ആൽഡിഹൈഡ്, കാരണം ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ആൽഫ ഹൈഡ്രജന് ഉണ്ടായിക്കഴിഞ്ഞാല് അതെന്തായി പോവും? ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് എന്ത് റിയാക്ഷൻ നടത്തും?
ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടത്തും. അതുകൊണ്ട് ഒരിക്കലും ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല എന്ത് നടക്കണമെങ്കിൽ കാനിസാരോ റിയാക്ഷൻ നടക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ പ്രത്യേകത സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ആൽഡിഹൈഡ് കോമ്പൗണ്ട് ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡും അത് റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോളും ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഈ റിയാക്ഷന്റെ പ്രത്യേകത. ഓക്കെ, സോ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഞാനൊരു ടിപ്പിക്കൽ ആൽഡിഹൈഡ് എടുക്കുന്നു. ബെൻസാൽഡിഹൈഡ് എടുക്കുന്നു, PH. ഇതിനെ ഞാൻ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നോക്കൂ, എവിടെയും ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇത് ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിംഗിൽ നിങ്ങൾക്ക് ആൽഫ ഹൈഡ്രജൻ കാണാൻ പറ്റില്ല. ഓക്കെ, ഇത് ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിംഗിൽ ആൽഫ ഹൈഡ്രജൻ, ഇവിടെ ഇത് ബെൻസീനിലുള്ള ഹൈഡ്രജൻ ആണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അവിടെ ഒന്നും ഹൈഡ്രജൻ ഇല്ല. ഇവിടെ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ ഡയറക്റ്റ് ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് നോ ആൽഫ ഹൈഡ്രജൻ. നോ ആൽഫ ഹൈഡ്രജൻ. വേറൊരു എക്സാമ്പിൾ നോ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് ഫോമാൽഡിഹൈഡ്. ഫോമാൽഡിഹൈഡിലും ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഇതെടുത്തു. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് ഒന്ന് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. അത് പലപ്പോഴും സോഡിയം സാൾട്ട് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആയിരിക്കും. PH CH2OH. This is carboxylic acid. This is alcohol. ഇതായിരിക്കും പ്രോഡക്റ്റ്. എങ്ങനെയാണ് മെക്കാനിസം നോക്കാം. ഇതാണ് കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കാർബണിക് കോമ്പൗണ്ട് സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്ന് കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോൾ. ഓക്കെ, ഇതാണ് മെക്കാനിസം. OH മൈനസ്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് അയാൾ എന്ത് ചെയ്യില്ല? പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ നടക്കില്ല. അതിന് പകരം ന്യൂക്ലിയോഫിലിക് അഡീഷൻ. ഇത് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും, ഇത് ഇലക്ട്രോഫിലിക് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കും. സോ യു ക്യാൻ ഹാവ് O മൈനസ് ഹിയർ, OH ഹിയർ, H ഹിയർ, PH ഹിയർ. അടുത്ത സ്റ്റെപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ കാർബണിന്റെ വാലൻസി 5 ആയിട്ട് എക്സീഡ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും ബോണ്ട് ബ്രേക്ക് ചെയ്തേ മതിയാവും. OH അത് പുതുതായിട്ട് വന്നതാണ്, അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്നതിൽ ഒരു സെൻസ് ഇല്ല. PH അത് CC ബോണ്ടാണ്, അത് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള സിഗ്മ ബോണ്ടാണ്, സ്ട്രോങ് ആണ്. പിന്നെ ചാൻസ് ഈ H ബോണ്ട് ബ്രേക്ക് ചെയ്യാനുണ്ട്. അത് ബ്രേക്ക് ചെയ്തിട്ട് എന്താ സംഭവിക്കുക? അടുത്ത ഇക്വലന്റ് ആയിട്ടുള്ള നമ്മുടെ കാർബണിക് കോമ്പൗണ്ട്, ഇതേ കോമ്പൗണ്ട് ഹൈഡ്രൈഡ് ന്യൂക്ലിയോഫൈൽ ആയിട്ട് അറ്റാക്ക് ചെയ്യും. ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ നടക്കും. ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ എന്താ ചെയ്യാ? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇയാള് ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? ഒന്ന് C ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, H പോയി, പിന്നെ ഇത് OH ആയിരിക്കും. പ്ലസ് പിന്നെ എന്തുണ്ടാവും? ഇവിടെ നിന്ന് ഇവിടെ H അറ്റാക്ക് ചെയ്തത് കൊണ്ട് PH O മൈനസ് OH ആവും. H ഓൾറെഡി ഉള്ള അവിടെയുള്ള H, പിന്നെ പുതുതായിട്ട് വന്ന H. ഓക്കെ, ഇത് ഇവിടെ പുതുതായിട്ട് വന്ന H ആണ്. എന്താ സംഭവിച്ചത്? ഹൈഡ്രൈഡ് വന്ന് ഇതിൽ അറ്റാക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായി, ദാറ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ്. ഈ ഹൈഡ്രൈഡ് പോയി മറ്റേ ഇക്വലന്റ് കാർബണിക് കോമ്പൗണ്ടിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് എന്താകും? കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആവും അല്ലെ? ദിസ് PH CH2OH. അപ്പൊ യു വിൽ എൻഡ് വിത്ത് ബെൻസോയിക് ആസിഡ് ആൻഡ് ബെൻസൈൽ ആൽക്കഹോൾ. യു വിൽ എൻഡ് വിത്ത് ബെൻസോയിക് ആസിഡ് ആൻഡ് ബെൻസൈൽ ആൽക്കഹോൾ. ദിസ് ഈസ് കാനിസാരോ റിയാക്ഷൻ. അതാണ് അതിന്റെ മെക്കാനിസം. ഇത് മെക്കാനിസം ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ പ്രോഡക്റ്റ് എഴുതാൻ സിമ്പിൾ ആണ്. കറസ്പോണ്ടിങ് ആസിഡും എഴുതുക, കറസ്പോണ്ടിങ് ആൽക്കഹോളും എഴുതുക. ഓക്കെ, കറസ്പോണ്ടിങ് ആസിഡും കറസ്പോണ്ടിങ് ആൽക്കഹോളും. വേറൊരു എക്സാമ്പിൾ, ആസിഡ് സോഡിയം സാൾട്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോമാൽഡിഹൈഡ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഇപ്പൊ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാവുക?
NaOH ലേക്ക് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആസിഡ് ഫോമിക് ആസിഡ് പ്ലസ് കറസ്പോണ്ടിങ് ആൽക്കഹോൾ, that is methanol, CH3OH, methanol. Okay, this is formic acid. Okay, ഇതാണ് Cannizzaro reaction. Okay, so that's all.